അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത വേദനകളാണ് സമ്മാനിച്ചിരുന്നത്. തന്റെ വീടിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് പാതിരാത്രി മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിൽ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ കരയല്ലേ നബിയെ, എഴുന്നേക്ക് നബിയെ, അല്ല സലാം പറഞ്ഞിരിക്കുന്നു നബിയെ, അങ്ങയെ സന്തോഷിപ്പിക്കാൻ പടച്ചവൻ പറഞ്ഞിരിക്കുന്നു. മഹാനായ അസ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ഉല്ലാസ യാത്രയ്ക്ക് വിളിച്ചു കൊണ്ടുപോയ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നു ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ യാത്രയെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അതാ ഈന്തപ്പന പോലകൾ കൊണ്ട് നെയ്തിരിക്കുന്ന തന്റെ കുടിലിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് അതാ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, കരയല്ല നബിയേ, കരയല്ല നബിയേ, അങ്ങയോട് പടച്ച റബ്ബ് സലാം പറഞ്ഞിരിക്കുന്നു നബിയേ, അങ്ങയെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു നബിയേ, അങ്ങയുടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി നോക്ക് നബിയേ, വാഹനം തയ്യാറായിരിക്കുന്നു നബിയേ, നമുക്ക് അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് പോകാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ടതാ അതാ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു പോവുകയാണ്. ആകാശത്തിന്റെ ഓരോ കവാടങ്ങൾ കിടക്കുമ്പോഴും ഒന്നാൻ ആകാശത്തിൽ ആദം നബി അലൈഹിസ്സലാം കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. പ്രവാചകനെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാ. വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ്. അതാ രണ്ടാമത്തെ ആകാശത്തിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാ. നൂഹ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാ. മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്. ആകാശത്തിന്റെ ഓരോ കവാടങ്ങൾ കിടക്കുമ്പോഴും പ്രവാചകന്മാരെല്ലാം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷത്തോടെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാ. അതാ അല്ലാഹുവിന്റെ ആകാശത്തിന്റെ ഓരോ കവാടങ്ങളിലും മലക്കുകളെല്ലാം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകനെ വരവേൽക്കുകയാണ്. എല്ലാവരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കുമ്പോൾ ലോകത്തിന്റെ നായകൻ നോക്കുമ്പോഴതാ ഒരു മലക്ക് മാത്രം ഇരുന്ന് കരയുകയാണ്. എല്ലാ മലക്കുകളും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിലതാ ആകാശത്തിന്റെ കവാടത്തിന്റെ ഓരത്ത് അതാ ഒരേ ഒരു മലക്ക് മാത്രം ഇരുന്നിട്ട് തേങ്ങി തേങ്ങി കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, അല്ലയോ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ആ മലക്ക്? എല്ലാവരും സന്തോഷിക്കുമ്പോൾ മാറിയിരുന്ന് കരയുന്ന മലക്കേതാ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോഴതാ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അത് മീകായിൽ എന്ന മലക്കാണ് നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം മീകായിൽ എന്ന മലക്കിനോട് ചോദിക്കുകയാണ്, എല്ലാവരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിക്കുമ്പോൾ എന്തേ നീ മാത്രം ഇരുന്ന് കരയുന്നത്? എന്തേ നിന്റെ മുഖത്തൊരു പുഞ്ചിരിയില്ലാത്തത്? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ട് എന്തേ ഒരു സന്തോഷമില്ലാത്തത്? ആ അവസരത്തിൽ അതാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മീകായിൽ എന്ന മലക്ക് പറയുകയാ, അല്ലയോ ജിബ്രീൽ, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണണമെന്ന് വല്ലാത്ത മോഹമാ, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാ. അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോൾ ഞാൻ പുഞ്ചിരിക്കുന്നുണ്ട് ജിബ്രീൽ, പക്ഷേ ഞാൻ ചിരിക്കുന്ന സമയത്ത് എന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീരറിയാതെ വരികയാണ് ജിബ്രീൽ. അതാ മീകായിൽ എന്ന മലക്ക് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, മീകായിലേ, എന്തേ നീ ചിരിക്കുമ്പോ നിന്റെ കണ്ണ് നിറയുന്നത്? എന്തേ നീ ചിരിക്കുമ്പോ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മീകായിൽ എന്ന മലക്കിനോട് ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
എന്റെ കണ്ണിന്റെ മുന്നിൽ എത്ര വലിയ അത്ഭുതം കാണിച്ചാലും, എത്ര വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമുണ്ടല്ലോ, എന്റെ കണ്ണിന്റെ മുന്നിൽ ഖിയാമത്ത് നാൾ വരെ കാണിച്ചാലും യാ റസൂലല്ലാഹ് എനിക്ക് ചിരിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, എന്തേ നിനക്ക് ചിരിക്കാൻ കഴിയാത്തത്, എന്തേ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുന്നിൽ വെച്ച് മീകായിൽ എന്ന മലക്ക് പറയുകയാണ്, യാ റസൂലല്ലാഹ് പടച്ചവൻ നരകത്തെ സൃഷ്ടിച്ചതെന്റെ കണ്ണുകൊണ്ട് കണ്ടു നബിയെ, ആ നരകമൊന്ന് കണ്ടു നബിയെ, ആ നരകത്തിന്റെ തീ കണ്ടു നബിയെ, ആ നരകത്തിന്റെ വിളി കേട്ട് നബിയെ, ആ നരകത്തിന്റെ വലിപ്പമൊന്ന് കണ്ടുപോയി നബിയെ. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ എനിക്ക് ചിരിക്കാൻ കഴിയില്ല നബിയെ, എനിക്ക് ചിരിക്കാൻ കഴിയില്ല നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മീകായിൽ എന്ന മലക്ക് പറയാ, നരകം ഒന്ന് കണ്ടുപോയി, അതുകൊണ്ട് ഇനി എത്ര വലിയ സന്തോഷമുള്ള എന്റെ മുന്നിൽ കാണിച്ചാൽ എനിക്ക് ചിരിക്കാൻ കഴിയും. എല്ലാവരും വിചാരിക്കും, ചങ്ങാതി എന്തേ ഇന്നലെ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങി, ഇന്നെന്തേ നരകത്തെ കുറിച്ച് പറഞ്ഞിട്ട് കടുവാപ്പള്ളിക്കാരെ ഭയപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ ആലോചിക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ ചോദിക്ക, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കണ ഈ മനുഷ്യനെ എന്തു പറഞ്ഞാലാ നമ്മളൊന്ന് നന്നാവുക? എന്തു പറഞ്ഞാലാ നമ്മളൊന്ന് നന്നാവുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഒരു കഥയിൽ പോലും, ഒരു സാങ്കല്പിക കഥയിൽ പോലും മൃഗങ്ങൾ കൂട്ടബലാത്സംഗം ചെയ്ത വാർത്ത നമ്മൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒരു കഥയിലെങ്കിലും. പക്ഷേ മനുഷ്യൻ ഇന്ന് കൂട്ടബലാത്സംഗം ചെയ്യുന്ന കാലം. 10 മാസം ഗർഭം ധരിച്ച് മരണവേദനയുടെ വേദനയും സഹിച്ചാണ് ഞാൻ എന്റെ മകളെ പ്രസവിച്ചത് അല്ലെങ്കിൽ മകനെ പ്രസവിച്ചതെന്ന് പണ്ടുള്ള ഉമ്മമാര് പറയും. ഇന്ന് ആ ഉമ്മ പണത്തിന് വേണ്ടി തന്റെ മകളെ കൊണ്ട് വിൽക്കുന്ന കാലഘട്ടം. സ്വന്തം ഉപ്പയ്ക്ക് തന്റെ രക്തത്തിൽ പിറന്ന മകളെ കാണുമ്പോ തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടം. മൃഗത്തിനേക്കാൾ വൃത്തികെട്ടവനായി ഇന്നത്തെ ഈ സമുദായം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ സമുദായത്തിനെ എന്തു പറഞ്ഞാലാ നമ്മളൊന്നും, ഞാനും ആലോചിച്ച് എന്തു പറഞ്ഞിട്ടാ കടുവാപ്പള്ളിക്കാരോട് എന്താ പറയണ്ടേ. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു കാര്യം തോന്നിയത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബികൾ, ഡാർക്ക് ഏജ് എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്നു. ആ ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ആ കാട്ടറബികളുടെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്നിട്ട് 2 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. 2 കാര്യങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് മനസ്സിലാക്കാൻ അവർ തയ്യാറായപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായെന്ന് ചരിത്രം പോലും പറയുന്ന അവസ്ഥയിലേക്ക് അവർ മാറി. അവരുടെ ജീവിതം കണ്ടിട്ട് മലക്കുകൾ പോലും ലജ്ജിച്ച് തലതാഴ്ത്തിയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഈ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറായാൽ മാത്രം മതി. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറായാൽ മതി. കാരണം നമ്മളെ മലക്കുകൾ പോലും ബഹുമാനിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത 2 കാര്യം, ഒന്ന് സ്വർഗത്തെ കുറിച്ചുള്ള ആഗ്രഹം കൊടുത്തു, നരകത്തെ കുറിച്ചുള്ള ഭയം കൊടുത്തു. ഇത് മനസ്സിലാക്കാൻ തയ്യാറായപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്റെ പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോകുന്ന 4 കാലുള്ള നായക്കാലും അധപ്പതിച്ചു പോകും നമ്മൾ. ഇത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രി കടന്നു പോയപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, നബിയെ, ഇനി അങ്ങോട്ട് എനിക്ക് നടക്കാൻ കഴിയില്ല. ഇനി ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ചാൽ എന്റെ കാര്യത്തിൽ തീരുമാനമായി, എനിക്കിനി നടക്കാൻ കഴിയില്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, യഅനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാദി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി, ഇവിടുന്ന് ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ചാൽ എന്റെ കാര്യത്തിൽ തീരുമാനമായി, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, നബി പോകാൻ. ഒരു മലക്കിന് പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ പോകാന്ന് വെച്ചാൽ അതും മലക്കുകളുടെ നേതാവ്.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ നന്നായ ഈ രണ്ട് കാര്യം മനസ്സിലാക്കാൻ തയ്യാറായ നമ്മുടെ ജീവിതം കണ്ടിട്ട് മലക്കുകൾ പോലും ഇരുന്ന് കരയുമെന്ന് ശഫീഖുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലെങ്കിലോ നാൽക്കാലികളെക്കാലം കഷ്ടമായി പോകും. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വൽഹും അള്ളല്ല്, മൃഗത്തിനെക്കാലം വൃത്തികെട്ടവനായി പോകും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്